ദോശ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ചമ്മന്തി ഒന്ന് ആക്കിട്ടോ. എനിക്ക് വേറെ പണിയുണ്ടേ. ഞാൻ ഉണ്ടാക്കിക്കോളാം. ഒന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ കുട്ടി? ഇല്ലെങ്കിൽ ചമ്മന്തി ഇല്ലാണ്ട് അങ്ങനെ കഴിച്ചോട്ടോ. എനിക്കിപ്പോ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ആ എണീറ്റു ഇതാ വരണു. അപ്പോ പണ്ട് കാലം കണ്ടു തീർത്ത കിനാവുകൾ ദൂരെ പൂത്തു തളീർത്തതിന്നൊരു ഗാനമായൊരാഗമാ പണ്ട് കാലം ഈ ലോകം അലറി വിളിക്കുന്നത് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ്. ഉച്ചവരെയും ഉടയവരെയും തിരിച്ചറിയാനാവാത്ത വിധം ഭ്രാന്തമായിരിക്കുന്നു ചില സദാചാര കണ്ണുകൾ. അധികാരങ്ങളുടെ, മതങ്ങളുടെ ആ കണ്ണുകൾ ചൂഴ്ന്നെടുക്കാൻ സമയമായിരിക്കുന്നു. ഇനിയും വൈകിട്ടില്ല. ചുറ്റും ഇരുട്ടാണ്. വെളിച്ചം അന്വേഷിക്കണം. കനി, നിന്റെ മനസ്സിൽ കുറച്ചും കൂടി കാൽക്കുലേഷൻ ഉണ്ടാവണം. നിങ്ങൾക്ക് എന്താ കാണിക്കുന്നത്? കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ചെയ്യണം. ശക്തിയായിട്ട് പിന്നിലോട്ട് വലിക്കണം. നിങ്ങളും അതെ. നമുക്കൊരു കാര്യം ചെയ്യാം. എന്നാ ഒരു ബ്രേക്ക് എടുക്കാം. ആ മാഷേ, പിന്നെ ആ കോസ്റ്റ്യൂമിൻ്റെ ഏട്ടനാ ഇപ്പം ചെല്ലാൻ പറ്റുമോ ചോദിച്ചു. മാഷിനെ വിളിച്ചപ്പോഴാണെങ്കിലേ സ്വിച്ച് ഓഫ് ആന്ന് പറഞ്ഞു. അത് കേടാടാ, ചാർജ് കിട്ടുന്നില്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പോയിട്ട് എടുത്തിട്ട് പോരെ. എന്നാ അങ്ങനെ ചെയ്യാം. മുജിയെ കണ്ടിട്ടോ, ഇങ്ങോട്ട് വരെ ഇങ്ങോട്ട് പോരെങ്ങായി വാ. ആക്കോലോ വണ്ടിയിലുണ്ടാ? ആരെ യശോദ? നീ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ എടുക്കുന്നത്? നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ സാധനങ്ങളൊന്നും എടുക്കരുതെന്ന്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി. മറ്റുള്ളൊരു കാര്യം പറഞ്ഞാലും മനസ്സിലാവില്ല. എന്തിനാ പറയുന്നത്? അച്ഛ സോറി. നീ എന്തിനാ എൻ്റെ ഡയറിയൊക്കെ എടുക്കണേ? നിനക്ക് ആ മൊബൈലിലും കുത്തി അവിടെ ഇരുന്നാൽ പോരെ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യണം. അറിയാതെ പറ്റിയതല്ലേ, അത് വിട്. സോറി. ശരി വിട്ടു. ഉറപ്പാ? ആ ഉറപ്പ്. നീ ചെല്ല്. എന്ത് ചെയ്യൊക്കെ? ഒന്നുമില്ല, ചെല്ലേ മോളെ. എന്ത് നാളൊക്കെ വരുന്നോ? നീ ചെല്ലേ. എന്തുണ്ടല്ലോ? ഒന്നുമില്ല മോളെ. ശരി, സമ്മതിച്ചു. എനിക്കൊരു അബദ്ധം പറ്റി. ചുമ്മാ ജാട ഇറക്കാണ്ട് കാര്യം എന്ത് ജാട? ഒരു ജാടയില്ല, നീ ചെല്ലേ. ഇതേ മാഷ എന്റെ അമ്മയെ പറ്റിച്ചാണ്ടല്ലോ. കാന്താരി, നിന്നെ ഞാൻ എന്നാ കാര്യം പറയും. എന്ത് കാര്യം? അതൊക്കെ പഴയ കഥയില്ലേ കുട്ടി. ആ പോരട്ടെ, പറയ്. പണ്ട് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുക. അന്ന് കോളേജിൽ വാർഷികത്തിൻ്റെ നാടക റിഹേഴ്സൽ നടക്കുക. ഞാനൊക്കെ ക്ലാസ് കെട്ടിയാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നിരിക്കുക. അന്ന് നാടകത്തിൻ്റെ എല്ലാ കാര്യത്തിലും അവളായിരുന്നു മുന്നിൽ. ആര്? യശോദ.
ഒട്ടും പ്രതീക്ഷിക്കാതെ എന്നെ നാടകത്തിലേക്ക് വിളിച്ചത് അവളായിരുന്നു. എല്ലാവർക്കും അവളെ വലിയ കാര്യമായിരുന്നു. എല്ലാവരോടും എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു പെൺകുട്ടി. ഞാൻ അതുവരെ ആരിലും കാണാത്ത എന്തോ ഒരു പ്രത്യേകത അവൾക്കുണ്ടായിരുന്നു. എവിടേക്കാ? പാർട്ടി ഹൗസ് വരെ. അങ്ങനെ കുറേ കാലം പണ്ട് അച്ഛൻ കൊണ്ടുവരാറുള്ള ഒരു അത്രൂപ്പി ഞാൻ അവൾക്ക് കൊടുക്കുമായിരുന്നു. പിന്നീട് എന്നും അവൾക്ക് ആ മണായിരുന്നു. നല്ല മുല്ലപ്പൂവിൻ്റെ മണം. പക്ഷേ പ്രശ്നം അവിടെയൊന്നും ആയിരുന്നില്ല. അവൾക്കൊരു ചേട്ടനുണ്ടായിരുന്നു, ദിവാകരൻ. അവരൊക്കെ വലിയ തറവാട്ടുകാരല്ലേ. ഇവൻ ഞങ്ങളുടെ കാര്യം അറിഞ്ഞു. വീട്ടിലൊക്കെ ഭയങ്കര പ്രശ്നമായി. പിന്നെ അന്നൊക്കെ കോളേജ് രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച് കിടക്കുന്ന കാലല്ലേ. ഇവനാണെങ്കിൽ ഞങ്ങളുടെ എതിർപ്പാട്ടി. പിന്നെ പറയണോ, ഒരിക്കൽ ഞങ്ങൾ തമ്മിലൊന്ന് ഉറച്ചി. അപ്പൊ യശോദ അവസാനമായിട്ട് ഒരു കത്ത് കിട്ടി. ഇങ്ങനെ ഒരു കത്തെഴുതേണ്ടി വരുമെന്ന് വിചാരിച്ചതല്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എതിർക്കാൻ ഞാൻ കുറേ അധികം ശ്രമിച്ചു, പക്ഷെ എനിക്കതിന് പറ്റുന്നില്ല. ചേട്ടനോടൊപ്പം ഞങ്ങളിവിടെ നിന്ന് പോവുകയാണ്, അല്ല എന്നെ കൊണ്ടുപോവുകയാണ്. ഒരുപക്ഷെ ഈ കത്ത് കിട്ടുമ്പോഴേക്കും ഞാൻ ഒരുപാട് ദൂരത്തിലായിരിക്കും. എൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ ഒരിക്കലും എൻ്റേതായിരുന്നില്ലല്ലോ. എങ്ങോട്ട്? കോയമ്പത്തൂരിലേക്കായിരുന്നു എന്നാണ് അറിഞ്ഞത്. ദിവാകരനെ എവിടെയായിരുന്നു ഇത്ര ജോലി? മാഷപ്പ അങ്ങോട്ട് പോയില്ല? ഞാൻ അന്വേഷിച്ച് പിടിച്ച് ചെന്നപ്പോഴേക്കും അവളുടെ കാര്യമൊക്കെ അവർ തീരുമാനിച്ചിരുന്നു. പിന്നെ രണ്ടുപേർക്കും രണ്ട് ജീവിതമായി, കുടുംബമായി. പക്ഷേ പിന്നെയും ഒറ്റയ്ക്കാവാനായിരുന്നു അവളുടെ വിധി. പാവം. മാഷേ, മാഷിനെ യശോദ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്താ? നിനക്ക് ഇവളെ എത്ര ഇഷ്ടപ്പെടാൻ എന്തായിരുന്നു കാരണം? അച്ഛാ, അച്ഛന് അമ്മേനെ ഇഷ്ടമായിരുന്നില്ലേ? ഒരുപാട്. അവൾക്കും അറിയായിരുന്നു ഇതൊക്കെ. അന്ന് ദിവാകരന്റെ അടുത്ത് നല്ല കിട്ടിയില്ലേ മാഷേ?
ഉം. നീ പുതിയൊരു പാട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇവള്. ഒന്ന് പാടടോ. അത് മാഷെ ചുമ്മാ വെറുതെ. പാടടോ. ഹേ കനി മൊഴി ശ്രുതി തിരനീന്തി വന്നു നീ ഈ കനൽ എരിഞ്ഞിടും വഴി തൂകി നീ കണം തോരാതെ പെയ്യുന്നെന്നുള്ളിൽ തീരാതെ തീരാതെ മോഹമേ തോരാതെ പെയ്യുന്നെന്നുള്ളിൽ തീരാതെ തീരാതെ മോഹമേ പൂവണിഞ്ഞ പുതുപുലരികളിനി വരവായിടും വരവീണമീട്ടിടും നീ അണിഞ്ഞിടും നറുമലരിതളിനി ഞാൻ പൂവണിഞ്ഞ പുതുപുലരികളിനി വരവായിടും വരവീണമീട്ടിടും നീ അണിഞ്ഞിടും നറുമലരിതളിനി ഞാൻ ഹേ കനി മൊഴി ശ്രുതി തിരനീന്തി വന്നു നീ എന്ത് പറ്റി മാഷെ? ഹേയ്, ഒന്നുമില്ലടാ. യശോദയല്ലേ? മാഷ് പിന്നെ യശോദയെ കണ്ടിട്ടേ ഇല്ലേ? കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അവൾ ഇവിടെ ഉണ്ട്. ഇവിടെ പണിക്കശ്ശേരി തറവാട് അറിയോ നിങ്ങൾക്ക്? ഏ, ആ തറവാട്ടിലെ അമ്മയാണോ? ഏത്? ആ സ്കൂളിന്റെ പുറകിലുള്ളതോ? ആ, ആ, വെറുതെ അല്ല, കത്തും കളിയും ചിരിയൊക്കെ. നാളെയും കൂടി കഴിഞ്ഞാ അവള് തിരിച്ചു പോവാ. പൂവിതൾക്കരം നീട്ടി നീ തരൂ രാഗലോലമാ ആർദ്രമീ മനം ഏകാന്തമാ
ദിവസം കൂടി കഴിഞ്ഞാ ഞാൻ പോവാട്ടോ. അവന്റെ അവധിയും കഴിഞ്ഞല്ലോ. യശോദേച്ചിയെ പാമ്പുണ്ടാവും അവിടെ, ഇങ്ങോട്ട് പോരി. നീ പൊയ്ക്കന്റെ നീലിയെ, ഞാൻ നോയിക്കോളാം. ഇനിയുള്ള കാലം ഇവിടെ തന്നെ നിൽക്കണമെന്നാ എനിക്ക്. പിന്നെ മക്കളുടെ തീരുമാനമല്ലേ, അനുസരിക്കണം. അപ്പോ ഇനി എന്നാ താനിങ്ങട്? അറിയില്ല, അറിയില്ല. ആരാത്? രാഘവേട്ടനോ? എന്തപ്പ ഈ നേരത്ത്? അല്ല, എങ്ങനെ ഇപ്പൊ വന്നേ? പോകുന്നതിന് മുമ്പ് തന്നെ ഒന്ന് കാണണം തോന്നി. നാളെ എപ്പോഴാ താൻ പോണേ? ഞാൻ പോണില്ല രാഘവേട്ട. ഏ? ഇനി ഇവിടെ തന്നെ നിൽക്കാൻ പോവാ. അവനോട് പറഞ്ഞപ്പോ അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ ആയിക്കോട്ടെ എന്ന് അവനും തോന്നിക്കാണും. എന്നിട്ട് താനൊന്നും പറഞ്ഞില്ലല്ലോ. തീരുമാനമൊക്കെ പെട്ടെന്നായിരുന്നേ. അന്ന് പോയിട്ട് പിന്നെ കണ്ടിട്ടും ഇല്ല, വിളിക്കുകയും ചെയ്തു ഞാൻ. അത് കേടായ കാര്യം ഞാൻ ഓർത്തില്ല. അല്ല, അപ്പൊ അവരൊക്കെ? അവനും എങ്ങോട്ട് മാറാന്ന് പറഞ്ഞു ജോലി. അവര് പോയിട്ട് ഉടനെ തിരിച്ചു വരും. എനിക്കിവിടെ കൂട്ടിന് നീലിക്കുട്ടി മോനൊക്കെ ഉണ്ടല്ലോ. എന്താ മാഷെ? ഞാൻ വെറുതെ മതിലൊക്കെ ചാടി. വല്ല കാര്യം ഉണ്ടായിരുന്നു മാഷെ. ഇപ്പോഴും ആ ചെറുപ്പം തന്നെയല്ലേ, കുറച്ച് നാരകാരിട്ടുണ്ടെന്നേ ഉള്ളൂ. എന്നാ പിന്നെ പോട്ടിടൂ, കാണാം. കനി